ഒരു മാർബിൾ പോളിഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഈ ഘട്ടം ഘട്ടമായുള്ള ഗൈഡിലേക്ക് സ്വാഗതം. മാർബിൾ പോളിഷിംഗ് മെഷീനുകൾ മാർബിൾ പ്രതലങ്ങളിൽ തിളക്കവും മിനുസവും പുനഃസ്ഥാപിക്കുന്നു. ഇത് നിലകളിലും കൗണ്ടർടോപ്പുകളിലും മറ്റ് പ്രദേശങ്ങളിലും അവയുടെ സൗന്ദര്യാത്മക ആകർഷണവും ദീർഘായുസ്സും നിലനിർത്താൻ പ്രധാനമാണ്. മാർബിൾ പോളിഷിംഗ് മെഷീന്റെ ഭാഗങ്ങൾ. നമുക്ക് ഉപകരണത്തിന്റെ ഭാഗങ്ങൾ നോക്കാം. ഒരു 3 ലൈൻ കോപ്പർ മോട്ടോർ യന്ത്രത്തിന് ശക്തി പകരുന്നു. ഓൺ ഓഫ് സ്വിച്ച് പവർ ടോഗിൾ ചെയ്യുന്നു. വിബെൽറ്റ് പോളിഷിംഗ് പ്ലേറ്റിലേക്ക് മെഷീൻ പവർ കൈമാറുന്നു. ചലനത്തിന് റബ്ബർ വീൽ ഓപ്ഷണൽ. 3 ടച്ച് ഷീറ്റ് മെഷീൻ ബോഡി. പോളിഷ് ചെയ്യുന്ന ശരീരം തറയിൽ പഫ് ചെയ്യുന്നു. മെഷീൻ പോളിഷ് മാർബിൾ പരമ്പരാഗത ഹാൻഡ് പോളിഷിംഗ്. ശക്തമായ യന്ത്രം നിലകൾ മിനുക്കിയെടുക്കുന്നു, പക്ഷേ തെറ്റുകൾ ഒഴിവാക്കാൻ വിപുലമായ വൈദഗ്ധ്യം ആവശ്യമാണ്. പരമ്പരാഗത കൈ മിനുക്കൽ അധ്വാനവും സമയമെടുക്കുന്നതുമാണ്, എന്നാൽ മാർബിൾ പോലെ തറകളിൽ സൗമ്യമാണ്. സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണം. ജോലി ചെയ്യുമ്പോൾ സുരക്ഷാ കണ്ണടകൾ, സുരക്ഷാ കയ്യുറകൾ, സുരക്ഷാ മാസ്ക്, ഇയർപ്ലഗുകൾ, സുരക്ഷാ ഷൂസ്, സുരക്ഷാ വല എന്നിവ എപ്പോഴും ഉപയോഗിക്കുക. ശരിയായ പ്രവർത്തനത്തിനായി ഓരോ തവണയും ഡ്രിൽ പരിശോധിക്കുക. ടൂൾ എങ്ങനെ ഉപയോഗിക്കാം? അനുയോജ്യമായ പാടുകൾ തിരഞ്ഞെടുത്ത് അവയെ മെഷീനുമായി ബന്ധിപ്പിക്കുക. ലഭ്യമാണെങ്കിൽ മെഷീൻ തണുപ്പിക്കാൻ ഒരു ജലസ്രോതസ്സുമായി ബന്ധിപ്പിക്കുക. ക്രമേണ വേഗത വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് വേഗത കുറഞ്ഞ വേഗതയിൽ പോളിഷ് ചെയ്യാൻ ആരംഭിക്കുക. ഒരു പരുക്കൻ ഗ്രിഡ് പാഡിൽ ആരംഭിക്കുക, ക്രമേണ ഒരു മികച്ച ഗ്രിഡ് പാഡിലേക്ക് നീങ്ങുക. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഇടയ്ക്കിടെ ഉപരിതലം കഴുകുക. പ്രോസസ് സമയത്ത് തുല്യമായ കവറേജ് പരിശോധിക്കുക. ഏറ്റവും മികച്ച ഗ്രിഡ് ഉപയോഗിക്കുക. ഉപരിതലം നന്നായി വൃത്തിയാക്കുക. ആവശ്യമെങ്കിൽ സീലർ പ്രയോഗിക്കുക. മെയിൻ്റനൻസ് ടിപ്പുകൾ. ഓരോ ഉപയോഗത്തിനും ശേഷം മെഷീൻ വൃത്തിയാക്കുക. മൃദുവായ ക്ലീനിംഗ് ഉപയോഗിക്കുക. പാടുകൾ പതിവായി പരിശോധിക്കുക. ഉപയോഗത്തിന് ശേഷം പാടുകൾ വൃത്തിയാക്കുക. നന്ദി.